ആ ഉത്തരവ് നാശത്തിലേക്കുള്ളത്. അടുത്ത ലക്ഷ്യം അയത്തുള്ള അലി ഖൊമേനി. അങ്ങനെ ഉറപ്പിക്കാൻ ഇസ്രായേലിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഇസ്രായേലിന് നേരെയുള്ള മിസൈൽ ആക്രമണത്തിന് പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനി ഉത്തരവിട്ടത് ഇറാനിലെ രഹസ്യ സങ്കേതത്തിൽ നിന്ന് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഹിസ്ബുള്ള നേതാവ് ഹസൻ നാസ്രുള്ളയെ ഇസ്രായേൽ വധിച്ചതിനെ തുടർന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് അയത്തുള്ള ഖൊമേനി മാറിയിരുന്നു. അവിടെ ഇരുന്നാണ് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താൻ അയത്തുള്ള ഖൊമേനി ഉത്തരവിട്ടത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ നെതന്യാഹു തന്റെ ശപഥത്തിൽ ഉറച്ചു തന്നെ. ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു. ആ തെറ്റിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരും. ആ വലിയ വില ആരാണ്, എന്താണ് എന്ന ചോദ്യം ഉയരുമ്പോൾ വ്യക്തമായ ഉത്തരം ഇസ്രായേലിന്റെ പക്കലുണ്ട്. അയത്തുള്ള അലി ഖൊമേനി ഒളിച്ചിരിക്കൽ തുടരുകയാണ്. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യേണ്ടത് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും കടമയാണ് എന്ന് പറഞ്ഞു മുങ്ങിയ ഇറാന്റെ ആത്മീയ നേതാവിനെ പുറത്ത് ചാടിച്ചിരിക്കുമെന്ന വാശിയിലാണ് ഇപ്പോൾ ഇസ്രായേലും നെതന്യാഹുവും. ഹിസ്ബുള്ള നേതാക്കളെ ഒന്നൊന്നായി ഇല്ലാതാക്കി ഇസ്രായേലിന്റെ അടുത്ത ഇര അയത്തുള്ള അലി ഖൊമേനി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു സൂചനയും നൽകി കഴിഞ്ഞു. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തോടുള്ള പ്രതികരണമായി നെതന്യാഹു പറഞ്ഞത്, ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു, അതിനുള്ള മറുപടി കൊടുക്കും. സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല എന്ന് വേണം കരുതാൻ. അയത്തുള്ള അലി ഖൊമേനി രഹസ്യ സങ്കേതത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇറാൻ വിപ്ലവത്തിന്റെ ആചാര്യനും ഗുരുനാഥനുമായിരുന്ന അയത്തുള്ള ഖൊമേനിയാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ചത്. ഇറാനിലെ ആധികാരിക മത നേതൃത്വമായി ഖൊമേനിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. 1981-ലും 1986-ലും ഇറാന്റെ പ്രസിഡന്റായി. 1989-ൽ അയത്തുള്ള ഖൊമേനി മരണപ്പെട്ടതിനെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏത് പാതാളത്തിൽ പോയി വിളിച്ചാലും ഇസ്രായേൽ കണ്ടെത്തും എന്നത് എല്ലാവർക്കും അറിയാം. അതീവ സുരക്ഷ ഉണ്ടായിരുന്ന ഹമാസ് തീവ്രവാദി നേതാവിനെ ഖൊമേനിയുടെ ഇറാനിലെ വീട്ടിൽ കയറി ഇസ്രായേൽ കൊന്നിരുന്നു. ആഗ്രഹിക്കുന്ന നിമിഷം പരമോന്നത നേതാവിനെയും വകവരുത്താനാകും എന്ന ഉറപ്പ് ഇസ്രായേലിനുണ്ട്. അത് ഉടൻ ഉണ്ടാകും എന്ന സൂചനയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ. ഇറാൻ ജനതയെ ഉടൻ മോചിപ്പിക്കുമെന്നാണ് നെതന്യാഹു മറ്റൊരു അവസരത്തിൽ ഇറാൻ ജനതയ്ക്കുള്ള ഒരു സന്ദേശമായി പറഞ്ഞിരുന്നത്. ഏപ്രിലിൽ നടത്തിയ ആക്രമണത്തെക്കാൾ ഇരട്ടിയാണ്, അതുകൊണ്ട് തന്നെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് ഇറാന് US നൽകി കഴിഞ്ഞു. ഇസ്രായേലിന് എതിരെയുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം പ്രതിരോധിക്കാൻ അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകളിൽ നിന്ന് 1 ഡസനോളം ഇന്റർസെപ്റ്റർ തൊടുത്തതായി പെന്റഗൺ അറിയിക്കുന്നു. ഇറാനിൽ നിന്ന് തന്നെയാണ് ഇവ തൊടുത്തത് എന്നും പെന്റഗൺ വക്താവ് മേജർ ജനറൽ പാട്രിക് റൈഡർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ആക്രമണത്തെക്കാൾ ഇരട്ടി മിസൈലുകളാണ് ഇത്തവണ ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തത് എന്നും പെന്റഗൺ വക്താക്കൾ പറയുന്നു. ഇസ്രായേലിന് എതിരായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഇറാൻ തിക്തഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഈ ആക്രമണത്തിന് ഇറാൻ പ്രത്യാഘാതങ്ങൾ നേരിട്ടിരിക്കും. ഇന്ന് എന്തായിരിക്കും പ്രത്യാഘാതങ്ങളെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായി ഞങ്ങൾ ചർച്ച നടത്തുമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞത്. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അപലപിക്കാൻ എല്ലാ രാജ്യങ്ങളോടും അമേരിക്ക ആവശ്യപ്പെട്ടു. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ല എന്നും അമേരിക്ക അറിയിച്ചു. ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയില്ല എന്നും മില്ലർ പറയുന്നു. യൂറോപ്യൻ യൂണിയനും ഇസ്രായേലിനെതിരായ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ആക്രമണങ്ങളും പ്രതികാര നടപടികളും തുടരാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. മേഖലയിലുടനീളം ഉടനടി വെടിനിർത്തൽ വേണം. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ജോസഫ് ബോറൽ ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണ്. എന്തായാലും അയത്തുള്ള അലി ഖൊമേനിയുടെ ജീവൻ പരുങ്ങലിലാണ് എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഇസ്രായേലിന്റെയും ഇപ്പോഴത്തെ നിലപാടുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.